ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബൾബ് കൊണ്ട് ഒരു മൗസിനെയാണ് റെഡിയാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ബൾബ് എടുത്ത് വെച്ച് അത് നമ്മൾ ചെയ്യുന്നത് മറ്റേ ന്യൂസ് പേപ്പറിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെറും ഫെവിക്കോൾ മാത്രം മതി നമ്മളിത് കവർ ചെയ്തെടുക്കുന്നതിന്. അപ്പം ഇത് ചെയ്യുന്നതിനായിട്ട് ഇത് കാണിക്കുന്ന കണക്ക് നമ്മൾ ഫെവിക്കോൾ ചെയ്തതിന് ശേഷം ആ ഒരു മൗസിൻ്റെ ഒരു ഒരു എലിയുടെ ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് അതിൻ്റെ മേളിൽ വീണ്ടും ചെറിയ ഫെവിക്കോൾ നമ്മുടെ കയ്യിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു പേപ്പർ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് കീറിപ്പോരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ഫെവിക്കോൾ അതിൽ വെറുതെ ഇൻസേർട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ലെയറായിട്ട് ഒട്ടിച്ച് എവിടെയാണോ നമുക്ക് ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് ആ ഷേപ്പുള്ള വേണ്ടുന്ന ഭാഗത്ത് മാത്രം കുറച്ച് അവിടെ മാത്രം കുറച്ച് 1 2 3 4 ലെയർ അവിടെ ഒട്ടിച്ച് ആ ഒരു ഷേപ്പിനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒട്ടിച്ച് റെഡിയാക്കുക. അതിനുശേഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പറിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ടും അത് നമ്മുടെ ഒരു കയ്യിൽ വഴങ്ങത്തക്ക വിധത്തിലുമായി വരുന്നത് ചെറിയ ഐറ്റംസിൽ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ആയിരിക്കും കുറേ കൂടെ ഉത്തമമായിട്ട് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ഇതെല്ലാം ന്യൂസ് പേപ്പറിൽ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അത് ചുരുട്ടി കൂട്ടി അത് പിന്നെ നമ്മൾ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ LED ബൾബുകൾ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സും ചെയ്യാം. നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഏത് രൂപം വേണമെങ്കിലും അതിൽ നമുക്ക് ആക്കിയെടുക്കാനുള്ളൊരു ക്രിയേറ്റിവിറ്റി ഒരു കഴിവ് നമുക്ക് ഉണ്ടായി വരും. ഒരെണ്ണം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരെണ്ണം ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ഇത് ചെവിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് നീളത്തിൽ ഇതുപോലെ എടുത്തിട്ട് ചുരുട്ടി അതിൽ നിന്ന് അകത്തോട്ട് തള്ളവിരൽ കൊണ്ടൊന്ന് തള്ളിയപ്പം ആ ഒരു ചെവിയുടെ ഷേപ്പ് നമുക്കായി കിട്ടി. ഇനി ഇതുപോലെ ചുറ്റി ഒരു ട്രയാങ്കിൾ പോലെയാണ് അതിൻ്റെ ഒരു മുനമ്പേലിയുടെ ഒരു മുനമ്പായിട്ട് നമ്മൾ ചുറ്റി എടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ച് 2 ചെവിക്കായിട്ട് നമ്മൾ ഒട്ടിച്ച് ഇതിൽ വേണമെങ്കിൽ നമുക്ക് അതുപോലെ റാബിറ്റിനെയും നമുക്ക് ചെയ്തെടുക്കാവുന്ന ഇത്രയും ആ മുന നീണ്ട് വെക്കേണ്ട കാര്യമില്ല. റൗണ്ടായിട്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് റാബിറ്റും ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഐറ്റംസുകൾ നമ്മൾ ഓരോന്നിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് അനായാസേന നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കുട്ടികൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ ഫെവിക്കോൾ പറ്റിയ കൈ കൊണ്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ തൊടാതിരുന്നാൽ മതി. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അത് നമ്മളെ കയ്യിൽ പറ്റി ചേർന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ ലെയർ എവിടെയാണോ അതിൻ്റെ ഒരു ഷേപ്പ് ഇല്ലാതെ വരുന്നത്, അത് ഷേപ്പ്ലെസ് ആയിട്ട് വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമുക്കവിടെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് നമുക്കത് കവർ ചെയ്ത് ഇപ്പോൾ ചെവി കഴുകി ഇനി ആ ടിഷ്യൂ പേപ്പർ നമ്മൾ നല്ലൊരു ടെയിലാക്കി എടുക്കാൻ അത് വെറുതെ ആക്കണ്ട, കൈ വെച്ച് ചുരുട്ടിയാൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു എലിയുടെ ഷേപ്പ് ഏറ്റവും ഫ്രണ്ടിലെന്ന് വെച്ചാൽ നമ്മളൊരു ട്രയാങ്കിൾ ഈ കപ്പലണ്ടിയൊക്കെ വിൽക്കുന്ന ഒരു പേപ്പർ എങ്ങനെ മടക്കി കുത്തുന്ന കണക്ക് ചെയ്ത് ആ ഫ്രണ്ടിലോട്ട് നമ്മൾ വെച്ചൊന്ന് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഒരു ലെഗ് പോർഷന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിലെ ലെഗിൻ്റെ ആ ഒരു സൈഡിന് വേണ്ടിയിട്ട് വെറുതെ നമ്മൾ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് അവിടെയും ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കാണിക്കുന്ന കണക്ക് ഇതുപോലെ വെറുതെ ഒട്ടിച്ചങ്ങ് വെക്കുന്നതേ ഉള്ളൂ. ആ ഒരു ലെഗിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നീളത്തിൽ ചുരുട്ടി അതിൻ്റെ ഒരറ്റം ഇതുപോലെ വെറുതെ ഒട്ടിച്ച് ഫെവിക്കോളിൻ്റെ ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂ. ഒരുപാട് പൈസ ചിലവ് ഒന്നുമില്ല. വളരെ പാഴ്വസ്തുക്കളായിട്ട് കിടക്കുന്ന. ഇനി ആ ലെഗിനും അതുപോലെ തന്നെ നമ്മൾ നീളത്തിൽ ചുരുട്ടി അതിൻ്റെ എൻഡിൽ ഈ ഒരു കാലിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അത് 4 പീസാക്കി അപ്പുറം ഇപ്പുറം ഈ 2 വെച്ച് ഒട്ടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് എലിക്കുട്ടി വൈറ്റ് ഒരു വെള്ള എലിയാക്കി എടുക്കാൻ പറ്റും.
ബ്ലാക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വെള്ള എലി ആണ് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നിയോണ്ട് ഞാനത് ചെയ്തതന്നേ ഉള്ളൂ. അക്ലിക് പെയിൻ്റ് ആകുമ്പോഴത്തേക്ക് അത് ഈ ഒരു പേപ്പർ മുകളിൽ അടിച്ചാൽ അത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് തന്നെ അതിരിക്കുകയും ചെയ്യും. അത് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അതിനൊരു കണ്ണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത്. വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു എൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനിത് അതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത് കളയാനായിട്ട് ആ ഒരു നമ്മൾ നൈഫ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കട്ടായി പോവും. ഇതിനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് പിന്നെ ഫെദർ ക്ലോത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു കണ്ണ്. ഇത് നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ച് വെച്ചെന്നേ ഉള്ളൂ. ആ ഒരു വായ്ക്ക് വേണ്ടിയിട്ട് റെഡ് കളർ ഇട്ട് മനോഹരമായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലെ ഷോക്കേസുകളിൽ അലങ്കരിക്കാൻ വേണ്ടുന്ന എല്ലാ ഐറ്റംസുകളും നമുക്ക് തന്നെ പാഴ്വസ്തുക്കളിൽ നിന്നും ചെയ്തെടുക്കാവുന്നത്.